So hi guys, welcome back to my channel Gadget Freaken. അപ്പോൾ ഇന്ന് നിങ്ങൾ നമ്മുടെ തമ്പനയിൽ കണ്ടുണ്ടാവും. ഇന്ന് വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽമി ക്യൂ ബഡ്സ്, അതായത് ഇന്നിയർ ബഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 റുപ്പീസാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ റിയൽമിയുടെ സ്വന്തം സൈറ്റിലും കിട്ടും. ഞാനിതിപ്പോൾ വാങ്ങിയത് റിയൽമിയുടെ സൈറ്റിൽ നിന്നാണ്. കാരണം അതിലൊരു 100 രൂപയുടെ ഒരു കൂപ്പൺ എനിക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലെയിം ചെയ്തിട്ട് എനിക്ക് 1900 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ നമ്മൾ വേറെ കൂപ്പണൊന്നും ഇല്ലാണ്ട് നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ 2000 റുപ്പീസാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമ്മൾ റിയൽമിയുടെ സൈറ്റിൽ നിന്നാണ് ഇത് വാങ്ങിയേക്കാം. അപ്പോൾ നമുക്ക് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാക്കേജിങ് തന്നെയാണ് റിയൽമിയുടെ. നമ്മൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ വാങ്ങേണ്ട റിയൽമിയുടെ സൈറ്റിൽ നിന്ന് നേരിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, റിയൽമി ക്യൂ ബഡ്സ്. പിന്നെ നമുക്കപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ ചെയ്യണം നോക്കാം. ഇവിടെ 20 hours ബാറ്ററി ലൈഫ്, 10 mm ബാസ് ബൂസ്റ്റ്. അപ്പോൾ ഞാൻ ഇതെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നല്ല ബാസ് വരുന്ന ഒരു പ്രൊഡക്റ്റാണെന്നാണ് ഞാൻ മറ്റു റിവ്യൂസിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുക്കാൻ കാരണം. ഞാൻ പിന്നെ റെഡ്മിയുടെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ ഇത്ര ബാസ് വരുന്നില്ല എന്നാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്തത്. പിന്നെ ഇതിൽ വരുന്നത് ഇൻസ്റ്റൻറ്റ് കണക്ഷൻ, 3.6 gram അൾട്രാ ലൈറ്റ് വെയ്റ്റ് ബോഡി, പിന്നെ സൂപ്പർ ലോ ലാറ്റൻസി ഗെയിമിംഗ് മോഡുണ്ട്. ഇതിന് MRP കൊടുത്തേക്കണത് 2499 ആണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2000-ലാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ എടുക്കണേ. സോ നമുക്കിത് ബോക്സ് പൊട്ടിച്ച് അൺബോക്സ് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. ഇപ്പോൾ ഇയർബഡ്സിൻ്റെ ആ ഒരു കേസിംഗ് ആണ് കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ സാധനം കാണുമ്പോൾ. റിയൽമിയുടെ ലോഗോ ഒക്കെ ഇതിൻ്റെ മുകളിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ഈ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഒരു അഡാപ്റ്റർ ഇല്ല, ചാർജിങ് കേബിള്, പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും, ഇത് യൂസ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ഡോക്യുമെൻറ്റേഷൻ. പിന്നെ ഇതിൽ ഒരു 2 പെയർ എക്സ്ട്രാ ബഡ്സ്. അത്ര ഈ ബോക്സിലുള്ള വേറൊന്നും ഇതിൽ വരുന്നില്ല. സോ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി റിയൽമിയുടെ ഈ ഇത് തുറന്നു നോക്കാം. ബഡ്സിൻ്റെ കേസ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. ഒരു LED ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ബാക്കിൽ ചാർജിങ് പോർട്ട് ഉണ്ട്. ഇതൊരു ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഇയർബഡ്സ് 3 തവണ ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കറക്റ്റായിട്ട് ചെവിയുടെ ഉള്ളിൽ ഇരിക്കുന്ന പോലെയാണ് അതിൻ്റെ ഡിസൈനിങ് ഒക്കെ വന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ചെറിയൊരു യെല്ലോ, റിയൽമിയുടെ ആ ഒരു കളറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ വയ്ക്കാം. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഒരു മാഗ്നറ്റിക് ഇതാണ്. നമ്മൾ കറക്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുമ്പോഴേക്കും അത് മാഗ്നറ്റിക് ഇഫക്റ്റ് വെച്ചിട്ട് നേരെ കറക്റ്റ് ആ പൊസിഷനിൽ ലോക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തിരിച്ച് ഇതിലേക്ക് ചാർജ് കയറും. ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണായിട്ട് ഓട്ടോ കണക്റ്റ് ആവും. നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ടച്ച് ഏരിയ. ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും അതേപോലെ തന്നെ സോങ് മാറ്റാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. case.
ഇത് കറക്റ്റ് ഇയർ പൊസിഷനിങ് നല്ല സ്മൂത്തായിട്ടിരുന്നു. നമ്മൾ കുലുക്കിയാൽ സാധനം നിലത്തേക്ക് വീഴി നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കേസിൽ നിന്ന് നേരെ പുറത്തേക്ക് എടുത്ത് ബ്ലൂടൂത്ത് ഓൺ ആക്കിയ ഡിവൈസ് ഡിറ്റക്റ്റഡായി, അത് പെയർ ചെയ്തു. നമുക്ക് സോങ് ഒരെണ്ണം പ്ലേ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണെന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ഇതിപ്പോൾ നമുക്ക് ഇത് സൗണ്ട് ഇങ്ങനെ കേൾക്കാനായതുകൊണ്ട് നിങ്ങളോട് കാണിച്ചു തരാൻ പറ്റില്ല, എങ്ങനെയാണ് നല്ല കേൾപ്പിച്ച് തരാൻ പറ്റില്ല. അപ്പോൾ അത് നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നല്ല അടിപൊളി ബേസൊക്കെ നല്ല ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള നോയിസ് ക്യാൻസലേഷൻ, അതേപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റിയിലുള്ള നല്ല അടിപൊളി സൗണ്ട് തന്നെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ ക്വാളിറ്റി, അതായത് സൗണ്ട് ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് നമ്മുടെ കേസിലേക്ക് നേരിട്ട ഓട്ടോ ചാർജിങ് ആണ്. മാഗ്നറ്റിക് ഇതുകൊണ്ട് തന്നെ ഇത് സിമ്പിളാണ് ഇതിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. പ്ലേസ് ചെയ്ത് ഇറക്കിനോടുകൂടി ഓട്ടോമാറ്റിക് ചാർജിങ് ആണ്. ഇതിന് നമുക്ക് 3 തവണ വരെ ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഇയർബഡ്സ് ഇതിൻ്റെ കേസിൽ നിന്ന്, അതായത് ഇതൊരു പവർ ബാങ്ക് പോലെ ആക്ട് ചെയ്ത് ഇത് ഫുൾ ചാർജ് ആണെങ്കിൽ 3 തവണ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അത്ര ഇതിൽ എനർജി വരുന്നുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മുടെ റിയൽമി ക്യൂ ബഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2000 റുപ്പീസോടെ നിങ്ങൾക്ക് സാധനം കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. 2 ഡേയ്സിനുള്ളിൽ ഡെലിവറി കിട്ടുന്നതാണ്. ഞാനത് പർച്ചേസ് ചെയ്തപ്പോൾ ഇത് റിയൽമിയുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടാവാം എനിക്ക് അത് കിട്ടാനായിട്ടൊരു 4-5 ദിവസം പിടിച്ചു. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി സൗണ്ടുള്ള, അതേപോലെ നല്ല ബാസ് തരുന്ന ഒരു അടിപൊളി ക്വാളിറ്റി സാധനം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഇത് ടച്ചാണ് വരുന്നത്, അതിൻ്റെ കൺട്രോൾ ടച്ച് കൺട്രോളാണ് തന്നെയാണ് വരുന്നത്. സോ ഇതൊരു നല്ല പ്രോഡക്റ്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിനേക്കാളും താഴെയുള്ളൊരു 1800 റേഞ്ചിൽ വരുന്നത് ഒരു റെഡ്മിയുടെ ബഡ്സാണ്. അത് പക്ഷേ ടച്ച് വരുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ ഈ ബാസിൻ്റെ ഒരു കുറവ് എല്ലാവരും പറയുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.